ബാങ്ക് ജീവനക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ പ്രത്യേകിച്ച് ക്യാഷ് എണ്ണുന്ന ക്യാഷ്യറെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഒരു ദിവസം അല്ലെങ്കിൽ പല മാസങ്ങളിലായി എത്രയോ കോടിക്കണക്കിന് രൂപയാണ് ആ ക്യാഷ്യറുടെ കയ്യിലൂടെ കൈമറിഞ്ഞു പോകുന്നത്. എന്നാൽ ആ ക്യാഷ്യർക്കറിയാം അതൊന്നും തൻ്റെ സ്വന്തമല്ല. അദ്ദേഹം അങ്ങനെ ഒരിക്കലും ചിന്തിക്കാറുമില്ല. അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ എല്ലാ മാസത്തിൻ്റെയും അവസാനം കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ ശമ്പളമാണ്. കൈകളിലൂടെ കോടിക്കണക്കിന് രൂപ കയറി ഇറങ്ങിപ്പോയി എന്ന് കരുതി അതൊന്നും ഒരിക്കലും സ്വന്തമല്ല എന്ന് തന്നെ കരുതിയാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും അധികം ദുഃഖിപ്പിക്കുന്ന ഒന്നാണ് നഷ്ടപ്പെടലുകൾ. ഈ നഷ്ടപ്പെടലുകളെ ഓർത്ത് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖിതരായി, ക്ലേശിതരായി, നിരാശരായി ജീവിതം തന്നെ തള്ളി നീക്കുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് അർഹതപ്പെട്ടതാണ് എന്തെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട ഏതെങ്കിലും സാധനങ്ങൾ ആർക്കെങ്കിലും നഷ്ടപ്പെടുത്താൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അർഹതപ്പെട്ടതല്ല. ദൈവം നമുക്ക് പലതും നൽകിയിട്ടുണ്ട്. ദൈവം നമുക്ക് നൽകിയതൊന്നും ആർക്കും നശിപ്പിച്ച് കളയാനോ തകർത്ത് കളയുവാനോ സാധിക്കത്തില്ല. എന്തെങ്കിലും നമ്മളിൽ നിന്ന് തകർന്നു പോവുകയും നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വിചാരിച്ചു കൊള്ളുക, അത് ദൈവമല്ല, ദൈവം നൽകിയതല്ല, അത് ദൈവഹിതമല്ല. ദൈവം ഒരുവന് നൽകിയത് ആർക്കും നശിപ്പിക്കാനോ ആരെങ്കിലും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം നൽകിയതല്ല എന്ന് ചിന്തിക്കുക. ജീവിതത്തിൽ ചെറിയ ചെറിയ നിരാശകൾ വരുമ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക: എനിക്ക് അർഹതപ്പെട്ടതല്ല എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. എനിക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുള്ളതൊന്നും എൻ്റെ ദൈവം എനിക്ക് നൽകിയിട്ടുള്ളതല്ല. ഇന്ന് എൻ്റെ കരങ്ങളിൽ എന്തുണ്ടോ അതാണ് സർവശക്തനായ ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഭവിക്കുവാനായിട്ട് തന്നിട്ടുള്ളത്. ഓർക്കുക, ദൈവം നൽകിയതൊന്നും ആർക്കും നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല. നഷ്ടപ്പെട്ടതൊന്നും ദൈവം നമുക്ക് നൽകിയതുമല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.